എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. കാരണം അതിന് ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായതുകൊണ്ടും കർത്താവിന്റെ സ്വരം നേരിട്ട് കേട്ട് അത് ഇപ്പോൾ ഈ സമയത്ത് തന്നെ തന്റെ ജനത്തിനെ അറിയിക്കണം എന്നുള്ള അതിശക്തമായ പ്രേരണയും കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് പറയണത്. ഞാൻ കുറച്ചു കാലം മുമ്പ് അതായത് ഏകദേശം 2-2.5 വർഷത്തോളം മുമ്പ് ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു എല്ലാ ആൾക്കാരും ഹീലാവും ഒരു വീഡിയോയിൽ കാണുന്നത് എല്ലാ ആൾക്കാരും ഒരു സ്ട്രെച്ചറിൽ നിന്നും വീൽ ചെയറിലുള്ള സകല ആൾക്കാരും എഴുന്നേറ്റ് ഓടുകയും ഒരു മനുഷ്യൻ പോലും ഒരു വ്യക്തി പോലും അവിടുന്ന് സൗഖ്യം പ്രാപിക്കാതെ പോവില്ല എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം തരുന്ന വിധത്തിൽ അതുപോലെ ശുശ്രൂഷകരും മറ്റുള്ള രാജ്യത്തെ മിനിസ്റ്റേഴ്സും എല്ലാം അങ്ങനെ തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് നമ്മളെ കാണുകയും ചെയ്ത ഒരു വീഡിയോ പോപ്പപ്പ് വന്നപ്പോൾ എൻ്റെ മകൻ എനിക്ക് ഒരു മകനാണുള്ളത്. അയാൾ വീൽ ചെയറിൽ നിന്ന് എണീക്കാനുള്ളത് കൊണ്ട് അയാൾ വാഗ്ദത്തം ഉള്ള കുട്ടിയായതുകൊണ്ട് അത് വളരെ നമുക്ക് ഉറപ്പാണ് കർത്താവ് തന്നത് നമ്മൾ മാനിഫെസ്റ്റ് ആവാനുള്ള ഒരു നിമിത്തം ചിലപ്പോൾ ഈ വേദിയാണെങ്കിലോ എന്ന് കരുതി ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 1 വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ്. എന്നിട്ട് അവിടെ ആയിരിക്കുമ്പോൾ അവർ 3 ആഴ്ചയോളം നമ്മൾ അവിടെ താമസിച്ച് അവരുടെ അതായത് ഹീലിങ്ങിന് വേണ്ടി ഒരു വ്യക്തിയെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എല്ലാ രോഗികളായിട്ടുള്ള സകലരും അവരുടെ ബൈസ്റ്റാൻഡേഴ്സും കൂടെ വന്നവരെല്ലാം ഒരു 3 ആഴ്ചയോളം 3.5 ആഴ്ചയോളം അവിടെ താമസിക്കുകയല്ല, പുറത്ത് നമ്മൾ താമസിച്ചിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, ബൈബിൾ വർഷിപ്പുകളും എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യണം. അതെല്ലാം പെർഫെക്റ്റായി നമ്മൾ അതുപോലെ ഒന്നിനും വീഴ്ച വരാതെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ 1 മാസത്തെ അവധിയിൽ ഞാനും ഹസ്ബൻഡും മോനും കൂടെ പോവും, അവിടെ താമസിക്കും, എല്ലാം ചെയ്തു. അത് വേറൊരു സ്ഥലത്താണ്, സുരക്ഷിതത്വമൊക്കെ ഉള്ള ഭയങ്കര തോക്ക് പിടിച്ച ആൾക്കാർ, ബ്ലാക്ക് ഹെഡ്സ് പോലത്തെ ആൾക്കാരൊക്കെ അതിനെ ഗാർഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഒരു പ്രത്യേക സെക്ലൂഡഡ് ഏരിയ ആണ്. അവിടെ കുറേ ഇവരുടെ തന്നെ ഹോട്ടലും ഇവരുടെ 5 സ്റ്റാർ ഹോട്ടലും ഇതൊക്കെ ഉണ്ട്, ഹാളുകളും എല്ലാം ഉണ്ട്. എല്ലാ രോഗമുള്ള ആൾക്കാരെയും 3ആയി തരംതിരിക്കുകയായിരുന്നു. അപ്പൊ ഈ 3ആയിട്ട് തരംതിരിക്കുമ്പോൾ ചെറിയ പുറമെ കാഴ്ചയ്ക്ക് രോഗമൊന്നും തോന്നാത്ത ആൾക്കാരെ അല്ലെങ്കിൽ ക്യാൻസറോ കിഡ്നി പേഷ്യൻസ് അങ്ങനെയുള്ളവരൊക്കെ ഒരു ഗ്രൂപ്പ്, കുട്ടികളുടെ രോഗം, അങ്ങനെ ഈ സിവിയർലിസ്റ്റിക് അല്ലെങ്കിൽ വീൽ ചെയർ സ്ട്രെച്ചറിലുള്ള എല്ലാവരും 3ാമത്തെ ദിവസമാണ് കൊണ്ടുപോകണമെന്നാണ് അവർ പറഞ്ഞത്. ഓരോരുത്തരും അതേ ദിവസം മാത്രമേ പോവുള്ളൂ, അല്ലാത്തപ്പോൾ മറ്റു സ്ഥലത്തിരുന്ന് ഇത് വീഡിയോയിൽ കാണുകയുള്ളൂ. എന്നെ മാത്രം, ഞാൻ മിനിസ്ട്രിയിലുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ എല്ലാ ദിവസവും കൊണ്ടുപോകുമ്പോൾ അവിടെ ഇന്റർനാഷണൽ മിനിസ്റ്റേഴ്സിന്റെ ഇടയിൽ എന്നെ മുമ്പിൽ തന്നെ ഇരുത്തുകയൊക്കെ ചെയ്തു. ഭയങ്കര കാര്യമായിട്ടാണ് അവർ നമ്മളെ ആനയിച്ചു കൊണ്ട് ഇരുത്തുകയൊക്കെയാണ് ചെയ്യുക. അങ്ങനെ അത് കണ്ടു. അതില് ആദ്യത്തെ ദിവസമൊക്കെ, പക്ഷെ ആദ്യത്തെ ദിവസം ഇവിടുന്ന് വീൽ ചെയറിൽ ആരും പോയില്ലെങ്കിൽ അവിടെ ഞാൻ വീൽ ചെയറിൽ ആൾക്കാരെ കാണുന്നുണ്ട്, അവരെ എണീക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പക്ഷെ വളരെ പ്രത്യാശയിൽ എൻ്റെ മോന്റെ 3ാമത്തെ ദിവസത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് യൂറിൻ ട്യൂബ് ഇട്ട ബാഗ് കൊണ്ടുവരുന്ന സ്ത്രീകള് കിടന്ന് എല്ലാ ദിവസവും സ്ട്രെച്ചറിൽ വന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കിടന്ന വചനം കേട്ട ആൾക്കാർ, അങ്ങനെ സ്ട്രെച്ചർ 10-15 ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അതിലെല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടി അപ്പൊ ഇവര് ഈ ഒരു ഹാളിൽ നിന്ന് ഒരു ആദ്യത്തെ ഹാളിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഇത് കഴിഞ്ഞ് ബസ് വീണ്ടും മുന്നോട്ട് പോയി ഞങ്ങളെ വേറൊരു ഹാളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഒരു AC ഹാള് തന്നെ അവിടെ ഇറക്കി. അവിടെ സമയമായിട്ടില്ല, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഫ്രഷനപ്പ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഇത് തന്നു. നമ്മൾ അവിടെ ഇറങ്ങി. ഈ സമയമായി ഒരു 3-3:30 ആയിട്ട് 3 തൊട്ട് 9 വരെയാണ് പ്രോഗ്രാം ഉള്ളത്. സ്ഥലം ആവുന്നതനുസരിച്ച് കൊണ്ടുപോവാം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഇവിടെയുണ്ട്. നമ്മുടെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത ആൾക്കാരെല്ലാം ഇവിടെയാണുള്ളത്. അപ്പോൾ അവിടെ ആരാ ഉള്ളത് എന്നൊരു ചിന്ത വന്നെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് ഇങ്ങനെ ആലോചിച്ച് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു മോണിറ്റർ, ഒരു TV സ്ക്രീൻ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് പറയാണ്, ഇവിടെ ഇരുന്ന് നിങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാലും സൗഖ്യം കിട്ടും എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്ര ദൂരത്തുനിന്ന് വന്ന വേറെ ആരുമില്ല, ബാക്കിയെല്ലാം അവരുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇത്ര കാലം ഇത്ര കഷ്ടപ്പെട്ടതെല്ലാം അവർ കണ്ടതാണ്, മിനിസ്റ്ററുമാണെന്നുള്ള ഇത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു 5:30 ആയപ്പോൾ വേറെ 2-3 അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് തലേദിവസം വലിയ ലൂഹ്യം കാണിച്ചവരൊക്കെ ഇങ്ങനെ നടന്നു വരുന്നു. അവർ തിരിഞ്ഞ് പോവാൻ തിരിയണ സമയത്ത് ഞാൻ പിന്നാലെ ഓടിപ്പോയി ചോദിച്ചു, ഞങ്ങളെ എന്തായാലും കൊണ്ടുപോകില്ലേ, നമുക്ക്
നമുക്ക് ഇനിയും ഒരു പ്രാവശ്യം അടുത്ത 3 മാസം കൂടുമ്പോഴോ മറ്റോ ആണ് ഇത് ഉള്ളത്. അപ്പൊ അതിന് വരാൻ നിവൃത്തിയില്ല. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകില്ലെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ പെട്ടെന്ന് ഭാവം മാറി. ഭയങ്കര ഒരു ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ദേഷ്യത്തിൽ എൻ്റെ അടുത്ത് ഷട്ട് അപ്പ് ആൻഡ് ഗോ ബാക്ക് ടു യുവർ സീറ്റ് എന്ന് ഇങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞു. അതായത് വേറൊരു ആത്മാവിനെ ഒരു അപ്പൊ ശരിക്കും അത് കേട്ടവർക്കും എനിക്കും അപ്പൊ മനസ്സിലായി ഇത് ചതിയാണ്, സത്യത്തിൽ നമ്മളെ മനഃപൂർവ്വം കൊണ്ടുപോകാത്തതാണ് എന്നുള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് ഹസ്ബൻഡ് അപ്പോൾ എനിക്കപ്പോൾ മനസ്സ് തകർന്നു എന്നൊന്നും പറയാൻ പറ്റില്ല, വിഷമം വന്നുവെങ്കിലും ഹസ്ബൻഡ് വളരെ നമുക്ക് കർത്താവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ദൈവം ഉണ്ടെങ്കിൽ നമുക്കെന്താടി ഇങ്ങനെ വരണേ എന്ന് ചോദിച്ചപ്പോൾ അതും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് അത്രയും വിശ്വാസത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നത് കാത്തിരുന്ന ആ ജനം, വീൽ ചെയറിലും സ്ട്രെച്ചറിലും ഒക്കെ വയ്യാത്ത കിടപ്പ് രോഗികൾ എടുത്തുകൊണ്ട് അത്രയും ദിവസം മെനക്കെട്ട് ഈ ജനമല്ല ശപിക്കണോ കരയണോ വിശ്വാസത്തിൽ നിന്ന് വീണു പോവാണ്. അതാണ് നമ്മൾ കാണുന്നത്. അത് ഒരു ക്രിസ്തുവിലുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു വേദന നമുക്ക് ഉണ്ടാവുകയും അപ്പോൾ ശരിക്കും ഞാൻ മുട്ടൂത്തി കർത്താവിനെ വിളിച്ചപ്പോൾ ആ നിമിഷം യേശുവേ എന്നുള്ള ശരിക്കും ജീവനോട് കർത്താവിനെ കരയണ കർത്താവിനെ ഞാൻ കണ്ടു. ഇത് ഞാനല്ല ചെയ്യണമെന്ന് നീ അവരോട് പറയും, അവരെ വിശ്വാസത്തിൽ നിന്ന് വീഴാതെ ഉറപ്പിക്കാൻ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ തരുകയും ചെയ്തു. ഹല്ലേലൂയ. അന്ന് അവിടെ നമ്മൾ ഇവരിങ്ങനെ ഇവിടെ വിഷമിച്ച് കരഞ്ഞ് ഭക്ഷണം കൊടുക്കണ്ടവര്, പക്ഷെ ആരും ഭക്ഷണം കഴിക്കാനില്ല. വേറെ ഏതോ കുറച്ച് ആൾക്കാരെയും കൂടെ അതിലേക്ക് ആ ഹാളിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇനി നമ്മളെ നോക്കാനുള്ളവരാണോ അതെ അവര് ഭക്ഷണം കഴിക്കുന്നത്, പ്രോഗ്രാം കാണുന്നതൊക്കെ ഉണ്ട്, കൈകൂട്ടണമൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഈ രോഗികളെല്ലാവരും വളരെ വിഷമത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ സുവിശേഷം പറയാനും തിരിച്ച് ബസ്സിൽ പോകണവരെ ഇത് കഴിയണവരെ നമ്മളിവിടെ ഇങ്ങനെ ഇവരെ ശരിക്കുള്ളവർ ചവിട്ടി അരയ്ക്കപ്പെടുമ്പോൾ അവിടെ ഞാൻ കാണുകയാണ് സ്ക്രീനിൽ ഒരു സ്ട്രെച്ചറിൽ നിന്നും വീൽ ചെയറിൽ നിന്നൊക്കെ ആൾക്കാർ ഹീൽ ചെയ്തു എന്ന് പറഞ്ഞ് ഓടുകയാണ്. അപ്പോൾ എന്തൊരു തരം ചതിയാണ് ഈ ചെയ്യണമെന്നുള്ളത്. പിറ്റേ ദിവസം എല്ലാവരും വരാൻ പറഞ്ഞെങ്കിലും ഈ ഗ്രൂപ്പിൽ ആരും വന്നില്ല. പക്ഷെ ഞങ്ങൾ പോയി, കർത്താവ് എന്നോട് പറഞ്ഞു അത് അവരോട് പോയി ചോദിക്കുക, ജൂനിയർ പാസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ എന്തൊരു ചതിയായി ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ 7 അയലത്തുള്ള കർത്താവിന് ചിലരുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്, പക്ഷെ അവരുടെ ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റർക്ക് അനുതാപം കൊടുക്കാനായി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പൊ ഇത്രയും ദൂരത്ത് നമുക്ക് മണിക്കൂറുകൾ 14-15 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്ത് തിരിച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് അപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് വലിയൊരു അത്ഭുത സൗഖ്യം വേറൊരു ലേഡിക്ക് കൊടുക്കാനും കർത്താവ് എന്നെ ഉപാധിയാക്കി. കർത്താവിന്റെ മഹത്വം, ഹല്ലേലൂയ. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഉടനെ തന്നെ പബ്ലിസൈസ് ചെയ്യണം, ഇത് ഈ ചതി ദൈവരാജ്യത്തിലുള്ള മറ്റുള്ളവരെ അറിയിക്കണം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു. പിന്നെ ഇത് പുറത്തറിഞ്ഞാൽ സത്യത്തിൽ ദൈവരാജ്യത്തിന് വലിയ ഡിസ്ഗ്രേസ് ആണ്. എല്ലാം ശരിക്ക് ശുശ്രൂഷിക്കുന്ന ആൾക്കാരെല്ലാം ഈ കള്ളന്മാരാന്ന് മുദ്ര കുത്തുന്നുള്ളൂ. ഒരുപാട് ശരിയായിട്ട് സത്യത്തിൽ യേശുക്രിസ്തുവിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, വലിയ അത്ഭുതങ്ങളുണ്ട്. ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത സമയത്ത് ഞാൻ കണ്ടതാണ് പേഷ്യൻസിൽ നിന്ന് ഭൂതമിളകി പോകുന്നതും സൗഖ്യമാവുന്നതൊക്കെ ഞാൻ കണ്ടതാണ്, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയിൽ മറ്റുള്ള ഇഷ്ടംപോലെ ശുശ്രൂഷകരുടെ കാര്യത്തിൽ ശരിയായത് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ പൂർണ്ണമായി ഞാൻ ക്ഷമിച്ചു എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടാൻ നമ്മൾ പിന്നെ മറ്റുള്ളവരും പ്രത്യേകിച്ച് ഞാൻ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് 16 വർഷത്തെ ആത്മാന്വേഷണത്തിനൊടുവിൽ യേശുക്രിസ്തുവിനെ നേരിട്ട് കിട്ടി എൻകൗണ്ടറിൽ കൂടെ കണ്ട കർത്താവിലേക്ക് റൂട്ടഡായ ആളാണ്. അതിനുശേഷം കർത്താവ് എനിക്ക് തുറന്നു തന്ന ജ്ഞാനവും വെളിപാടുകളും, എനിക്ക് വചനമെല്ലാം എന്നെ പരിശുദ്ധാത്മാവ് തന്നെ അതിന്റെ മർമ്മങ്ങൾ എനിക്ക് തുറന്നു തരിക ചെയ്തത്, എല്ലാം എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യണത്, ക്രിസ്തുവിൽ എങ്ങനെയാണ് ഒരാളെ ക്രിസ്തുവിലുള്ള ആയി തന്നെ എനിക്ക് ചെയ്യാൻ കർത്താവ് കൃപ തോന്നുന്നുണ്ട്. ഞാൻ അത് ഇതാക്കുകയും കുറെ നാൾ അനുദപിക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ കുറച്ച് ഒരു വർഷത്തോളം ഞാനത് ഫോളോ ചെയ്യാറില്ല, ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞു ഇത് ഭയങ്കരമായി ഈ ഡിസെപ്ഷന്റെ ലെവല് അല്ലെങ്കിൽ ചതിയുടെ ലെവൽ അങ്ങോട്ട് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അനുതാപം ഒന്നും വന്നിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമായത് ഈ അടുത്ത കാലത്താണ്. കാരണം അന്ന് ഒരു ആളെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്ട്രെച്ചറിൽ നിന്ന് ഒരാൾ എണീക്കുന്നതിന് പകരം ഇപ്പൊ ഒരു പ്രാർത്ഥനയിൽ 9 പേര് എണീറ്റ് ഓടണമെന്നൊക്കെയാണ് നമ്മൾ കാണുന്നത്. Every sickness leaves you. Every demon goes away from you. Every pain ceases now. And you are healed. Get up from your bed.
Glory, hallelujah. ഹല്ലേലൂയ. അപ്പോ നമ്മള് ഇത് ആ രാജ്യം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ള ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? സത്യത്തിൽ കർത്താവിന് ഇങ്ങനത്തെ വ്യാജം ചെയ്ത് ദൈവരാജ്യത്തെ വളർത്തേണ്ട ആവശ്യമില്ല. കർത്താവ് വളരെ ക്ലിയർ ആയിട്ട് ഈ കൈകൾ ആ രാജ്യത്തിന്റെ കൈകൾ എങ്ങോട്ട് നീണ്ടുവരുന്നു, നമ്മുടെ ഇന്ത്യയിലേക്ക് നീണ്ടുവരുന്നു എന്നൊരു കാര്യം കർത്താവ് എന്നെ അറിയിക്കുകയും ഈ സമയത്ത് നീ അവിടെ കണ്ട കാര്യങ്ങൾ ബോൾഡായിട്ട് വിളിച്ചു പറയുകയും ചെയ്യണം. നിന്റെ ജനത്തിന് വേണ്ടി നിന്നെ അന്ന് അയച്ചു ഇതെല്ലാം ഞാൻ കാണിച്ചു തന്നത് ഇത് ഈ സമയത്ത് പറയാനാണ് എന്ന് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ നിങ്ങളെ എല്ലാവരെയും ഇത് അറിയിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ ഒരു ഇത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയില് പീഡിതരും രോഗികളുമായവരെ പീഡിപ്പിക്കുന്ന ആത്മാവേതായിരിക്കും. അപ്പൊ ഒരുപാട് നന്മ പ്രവൃത്തികൾ ഇങ്ങനത്തെ ആൾക്കാർ ചെയ്യണില്ലേ കർത്താവെ എന്ന് അതായത് ദൈവരാജ്യത്തെ വളർത്തണില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? ഇത് നൊണയുടെയും ചതിയുടെയും മേലെ പണിയുന്നത് ദൈവരാജ്യമാണോ എന്നാണ് ചോദിച്ചത്. അപ്പോ അതാണ് എനിക്ക് ഏറ്റവും എന്നെ ഈ ഒരു സ്റ്റെപ്പ് എടുക്കാൻ വളരെ ശക്തിയോടെ ഉത്തേജിപ്പിച്ച ഒരു കാര്യം. ആ ഒരൊറ്റ ചോദ്യമാണ്. കാരണം ഇത് ദൈവരാജ്യമാണെങ്കിൽ അവിടെ കർത്താവിനെയാണ് നമ്മൾ ഉയർത്തപ്പെടുന്നത്. ഈ കർത്താവിനെ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ 100% ഹീലിംഗ് എന്തുകൊണ്ടാണ് ഇത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ ഇവിടെ ഇട്ടു, നമ്മളെ കൊണ്ടുപോയില്ല? ഈ 9 പേരെ എണീറ്റ് ഓടുന്നതൊക്കെ സത്യമാണെങ്കിൽ എല്ലാവർക്കും അത് ബാധകമാണല്ലോ. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് കൊണ്ടുപോയില്ല? അതാണ് ഒരു ചോദ്യം. രണ്ടാമത്തെ, അങ്ങനെ കൊണ്ടുപോകാതിരിക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെ അപഗ്രഥിക്കാനും മനസ്സിലാക്കാനും ദൈവമക്കള് കോമൺ സെൻസ് ഉപയോഗിക്കണം. കർത്താവ് പറയാണെന്ന് ഇത് അവർ പറഞ്ഞാൽ മറുതലിക്കുന്ന അല്ലെങ്കിൽ റിബല്യസ് പീപ്പിൾ ആണ്, പക്ഷെ നീ പോയി പറയണം എന്ന് തന്നെ എന്നോട് പറഞ്ഞു. അത് അവരെ എടുക്കില്ല, പക്ഷെ നീ പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. കാര്യങ്ങൾ തിരിഞ്ഞു കിട്ടിയാൽ അല്ലെങ്കിൽ ഇത്ര വലിയ ചതി ചെയ്തിട്ട് ഈ 100% ഹീലിംഗ് എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിയെ പ്രൊമോട്ട് ചെയ്യാനാണ്. അത് അവരൊരു മാർക്കറ്റ് ചെയ്യുന്നത് അവരെ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ മിനിസ്ട്രീനെയാണ്. അവിടെ ദൈവരാജ്യത്തിനല്ല പ്രസക്തി ഉള്ളത്. റൈറ്റസ്നെസ് അല്ലെങ്കിൽ നീതി ഒരിക്കൽ കിട്ടിയാൽ പിന്നെ ഒരിക്കലും പോവില്ല എന്നുള്ളൊരു പഠിപ്പിക്കലുണ്ട് ഈ ആൾക്കാരുടെ ഇടയിൽ. അതായത് ഒരിക്കൽ വിശ്വാസത്താൽ ഞങ്ങൾ നീതീകരിക്കപ്പെട്ടു, നമ്മുടെ പ്രവൃത്തിയാലല്ല, അതുകൊണ്ട് ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കണോ അപ്പൊ നീതിമാനായി. ഓക്കെ, വിശ്വാസത്താൽ ഉള്ള നീതി കിട്ടിയാൽ പോവില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ തിമോത്തി 1:19 പറയണത് ചില ആൾക്കാർ അവരുടെ മനസാക്ഷിയെ നിരാകരിച്ചുകൊണ്ട് വിശ്വാസത്തെ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ്, അല്ലെ ഷിപ്രക്ക് ഓഫ് ഫെയ്ത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിശ്വാസം തന്നെ ഇല്ലെങ്കിൽ, വിശ്വാസം തന്നെ നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ പിന്നെ അവിടെ വിശ്വാസത്താലുള്ള നീതിക്ക് എന്താ പ്രസക്തി? നീതിയില്ലല്ലോ. ഈ നീതി ഉണ്ടെങ്കിൽ, നീതി കിട്ടിയ ഒരാളെ എങ്ങനെ മനസ്സിലാവുക നമുക്ക്? നീതി നമ്മുടെ ഉള്ളിൽ, ദൈവിക നീതി നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടും. പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യണത് ശരിയായിരിക്കും. നമ്മൾ ശരിയായ കാര്യം ചെയ്യുള്ളൂ, നമുക്ക് അല്ലാത്തത് ചെയ്യാൻ പറ്റില്ല. നമുക്കത് ശരിയായ കാര്യം മാത്രമേ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പാപത്തിലേക്ക് നമ്മൾ വീണു പോയാൽ പോലും അവിടെ കിടക്കാൻ പറ്റില്ല. യു കനോട്ട് എബൈഡ് ഇൻ സിൻ. ആ സിന്നിൽ നമുക്ക് വസിക്കാൻ പറ്റില്ല. അങ്ങനെ വസിച്ചാൽ എബ്രായർ 3:12, 13, 14 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നമ്മള് അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം മൂലം നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ സൂക്ഷിക്കുക. നമ്മുടെ ആ വിശ്വാസം നമ്മൾ അവസാനം വരെ കാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ക്രിസ്തുവിൽ പങ്കുകാരാവുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്തിന്റെ എല്ലാ പ്രവൃത്തികളോടും കൂടി ശക്തിയോടെ വരുമ്പോൾ നമ്മൾ സത്യത്തെ അവഗണിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ സത്യത്തെ വിശ്വസിക്കാൻ മെനക്കെടാതെ, സത്യത്തെ അന്വേഷിക്കാനോ സത്യത്തെ വിശ്വസിക്കാനോ തയ്യാറാകാത്തവർക്ക് വേണ്ടി വ്യാജത്തിന്റെ ശക്തിയാണ് ദൈവം അയക്കുക. അതായത് അത് നമ്മുടെ തന്നെ ഉള്ളിലുള്ള മനസ്സിന്റെ കൂടുതലുള്ള മേഖലയിലേക്ക് നമ്മൾ കടക്കുമ്പോഴേ നമുക്ക് ആ ഏരിയ മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ള ആ കാര്യം നമ്മളെ ഇതിലേക്ക് നയിക്കും. നമ്മളെ ഇത് വിശ്വസിക്കത്തക്ക വിധത്തിൽ ഇത് ശരിയാണല്ലോ, ഇത് ഭയങ്കര സംഭവമാണല്ലോ എന്ന് നമുക്ക് തോന്നാം. അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കുമ്പോൾ, കോമൺ സെൻസ് കൊണ്ട് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യോ ഇതിലൊരു അസ്വാഭാവികത തോന്നില്ലേ? കർത്താവ് ഒരിക്കൽ പോലും ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു
അത്ഭുതവും കാണിച്ചിട്ടില്ല അല്ലെ. അപ്പോ വളരെ കാലഘട്ടത്തിന് വളരെ പ്രസക്തിയുള്ള ഈ സമയത്ത് അപ്പൊ എനിക്ക് ശക്തമായ പ്രേരണയുള്ളത് ആ വ്യാജത്തിന്റെ പ്രവർത്തനത്തിൽ ഈ നമ്മുടെ രാജ്യം, എൻ്റെ രാജ്യത്തിലുള്ള ദൈവമക്കൾ കുടുങ്ങി പോവാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ അവിടെ കൊണ്ടുപോവുകയും അത്ര സകല കാര്യങ്ങളും കാണിച്ചു തരും. ഈ സമയം വരെ മിണ്ടാതിരുന്നത് മിണ്ടിക്കാൻ കർത്താവ് തന്നെ എന്നോട് സംസാരിക്കുകയും ചെയ്തതനുസരിച്ച് കൊണ്ടുപോയതും കർത്താവാണ് എന്നെ. അപ്പൊ അതും കർത്താവിൽ നിന്ന് കേട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അതിനനുസരിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് സകല ദൈവമക്കളും ഇത് ഒരു വാർണിംഗ് ആയിട്ട്, യേശു ക്രിസ്തു ആവുന്ന കർത്താവ് നിങ്ങളെ എന്നിലൂടെ സത്യം അറിയിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ സത്യം എന്താണെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നതിനോട് ചേരുന്നതായാലും ചേരാത്തതായാലും ആ സത്യം എനിക്ക് തുറന്നു തരണേ കർത്താവേ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾ ഒന്ന് തിരിച്ചെന്നിൽ ദൈവ മുമ്പിലായിരുന്നാൽ നിങ്ങൾക്ക് സത്യം വെളിപ്പെടും. അത് എനിക്ക് കർത്താവ് തന്ന ഒരു ബോധ്യത്തിൽ കർത്താവ് തന്നെ അതിന് തടയിടും എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെ പറയണം എന്ന് എന്നെ നിഷ്കർഷിച്ചതനുസരിച്ച് ഞാൻ പറയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ രാജ്യത്തേക്ക് ഒരു നെഗറ്റീവായ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വ്യാജത്തിന്റെ പ്രവർത്തനങ്ങളും ഇന്റർഫിയർ ചെയ്യാതെ കർത്താവ് അതിനെ തടയിട്ട് അതിനെ ആ ശത്രുവിന്റെ സകല ശ്രമത്തെയും തകർത്തെറിയുന്നതിനെ ഓർത്ത് എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നന്ദി അബ്ബാ. അമേൻ. ഹല്ലേലൂയ. വണ്ടർഫുൾ ജീസസ്.